ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലില്ലാത്തതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടോടുകൂടി വേണം ശർക്കര പാനി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 1/2 കപ്പ് ഒഴിച്ച് ഒന്ന് അരച്ച് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ടും ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ കുറച്ചൊരു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ബാറ്റർ. നമുക്ക് ഇതിലേക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. തേങ്ങാക്കൊത്തിന് പകരം നട്ട്സാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഒരു സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കുന്ന പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ആണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് പകുതിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പകുതി വേറൊരു പ്ലേറ്റിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്. ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്.